1898 ഫെബ്രുവരിയിലെ ഒരു ശൈത്യകാലം. ഇറ്റലിയിലെ മോദേന എന്ന കൊച്ചുനഗരം കൊടും തണുപ്പിൽ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രകൃതി പോലും വഴി തടയാൻ നോക്കിയിട്ടും വിധിക്ക് തളയ്ക്കാനാവാത്തൊരു വിസ്ഫോടനമായി അവൻ പിറന്നു. ഇറ്റലിയുടെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ വേഗത അളക്കാൻ വന്ന ആ വിസ്മയം എൻസോ ഫെരാരി. 10-ാം വയസ്സിൽ അച്ഛനോടൊപ്പം ബൊലോഗ്നയിൽ കണ്ട ഒരു കാർ റേസ് അവനിലുണ്ടാക്കിയ അഡ്രിനാലിൻ റഷ് അവന്റെ തലച്ചോറിലെ ചിന്തകളെ മാറ്റിമറിച്ചു. അന്നവൻ കണ്ട വേഗത പിന്നീട് അവന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യമായി മാറി. അവസാനം ജോലി തേടി ടൂറിനിലെത്തിയ എൻസോ അക്കാലത്തെ ഇറ്റലിയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫിയറ്റിലെത്തി. ഫിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അവനെ പുച്ഛിച്ചു തള്ളി. എന്നെ ഇന്ന് പുറത്താക്കിയ ഇതേ ഫിയറ്റ് കമ്പനി നാളെ എന്റെ മുന്നിൽ വിനീതരായി നിൽക്കുന്ന ഒരു കാലം ഞാനുണ്ടാക്കും. ആ വാശിയാണ് ഫെരാരി എന്ന ബ്രാൻഡിന്റെ ആദ്യത്തെ ഇന്ധനം. 1947 തന്റെ പേരുള്ള ആദ്യത്തെ കാർ ഫെരാരി 125S പുറത്തിറങ്ങി. 1988 ഓഗസ്റ്റ് 14 തന്റെ 90-ാം വയസ്സിൽ മാരനെല്ലോയിലെ വീട്ടിൽ വെച്ച് അന്തരിച്ചു. ഇന്ന് ഫെരാരി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെങ്കിലും അഗ്നെല്ലി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള എക്സോർ എന്ന നിക്ഷേപ കമ്പനിയാണ് ഇതിന്റെ പ്രധാന ഓഹരി ഉടമകൾ. ഇന്ന് ഒരു ചുവന്ന ഫെരാരി റോഡിലൂടെ പായുമ്പോൾ അത് എൻസോ എന്ന മനുഷ്യന്റെ തോറ്റുകൊടുക്കാത്ത വാശിയുടെയും അഹങ്കാരത്തിന്റെയും ഗർജനമായിട്ടാണ് ഫെരാരിയുടെ ആരാധകർ വിലയിരുത്തുന്നത്.